നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണല്ലേ? നാളെയാണ് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം വരുന്നത്. ഇത്രയും കാലത്തെ കഷ്ടപ്പാട് അല്ലെങ്കിൽ എടുത്ത ത്യാഗം, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ കൂടെ കടന്നുപോയിട്ടുള്ള ചലഞ്ചിങ് സിറ്റുവേഷൻസ്, അതിന്റെ ഒക്കെ ഫലം കിട്ടേണ്ടത് നാളെ എന്ന് പറയുന്ന ദിവസത്തേക്കാണ്. ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങളുടെ ഒരു ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് മാത്രമാണ്. കോൺഫിഡൻസ് പ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്ട്രെസ് മാനേജ്മെന്റ് നടത്താൻ പറ്റും. ടെൻഷൻ ഇല്ലാത്ത, ആങ്സൈറ്റി ഇല്ലാത്തൊരു മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങൾ തന്നെയാണ്. സ്വയം അങ്ങ് അനുഗ്രഹിക്കുക. സോ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് നാളത്തെ പരീക്ഷ സ്മാർട്ടായി അറ്റൻഡ് ചെയ്യാൻ പറ്റുക, ടെൻഷൻ ഇല്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ഗുരുക്കന്മാരുടെ പ്രാർത്ഥന, നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരുടെ പ്രാർത്ഥന എല്ലാം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ, നാളത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കും, ഒരു സംശയമില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം, ചാനലിൽ ഇട്ടേക്കാം. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക, ഈ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യുക. ഡെയിലി രാവിലെ അവിടെ തരുന്ന മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ 2 ദിവസം മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ബ്രീത്തിങ് ടെക്നിക് അല്ലെ. അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. കൃത്യമായി എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് ഒരു 60 സെക്കൻഡ് അത് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാം ഹോളിൽ കയറുക. ഞാൻ ഈ വീഡിയോയുടെ അവസാനം ആ ബ്രീത്തിങ് ടെക്നിക്കിന്റെ വീഡിയോ വെച്ചേക്കാം, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അതിനുശേഷം നമുക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള മൈൻഡ് ലഭിക്കുമല്ലോ. ആ മനസ്സ് ഉപയോഗിച്ച് നമുക്ക് പല തന്ത്രങ്ങളും പയറ്റാൻ പറ്റും. അതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. സോ ബേസിക്കലി എലിമിനേഷൻ ടെക്നിക്ക് വഴി നിങ്ങൾക്ക് പല ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ആ സ്മാർട്ട് വർക്കിന്റെ വഴികളിൽ കൂടെയാണ് ഞാൻ ഇന്ന് പോകുന്നത്. ബിക്കോസ് ഇനി നമുക്ക് എല്ലാ ടോപ്പിക്കും ഒന്നും പഠിച്ചു തീർക്കാനുള്ള സമയം ഇല്ല. നമുക്ക് സ്മാർട്ടായി എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ തന്ത്രപരമായി എങ്ങനെയാണ് എക്സ്ട്രാ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്ക് നേടിയെടുക്കാൻ പറ്റും നമുക്ക് നോക്കാം. അപ്പൊ എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നും ഷോർട്ട് വീഡിയോ ആയിരിക്കും ഇത്. ഈ ഒരു ചോദ്യം നോക്കിയേ, നിങ്ങൾ ടെൻഷൻ ഇല്ലാതെ കൂളായിട്ട് ഈ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിർവചനത്തിലെ പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് വട്ടമിട്ട് വെക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. വട്ടമിട്ട് വെക്കണം. ഉൾപ്പെടാത്തത് ആണോ പെട്ടതാണോ നമുക്ക് പിന്നെ കൺഫ്യൂഷൻ ആയി പോകും. വട്ടമിട്ട് ഉൾപ്പെടാത്തത് ഏതാണെന്നുള്ളത് ചോദ്യം. പൊതു സ്ഥലം അല്ലെ, പോലീസ് സ്റ്റേഷൻ ഒരു പൊതുസ്ഥലമാണോ? റെസ്റ്റ് ഹൗസിലെ ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി, സി പൊതുസ്ഥലത്തിന്റെ ഓപ്പോസിറ്റ് അല്ലേ സ്വകാര്യ സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത്? ഇത് നിങ്ങൾ നോക്കുക, പൊതുസ്ഥലത്തിൽ പെടാത്തതെന്ന ചോദ്യം. ഇവിടെ സ്വകാര്യ മുറി, ഇപ്പൊ എന്റെ ബെഡ്റൂം പൊതുസ്ഥലമാണോ അതോ എന്റെ സ്വകാര്യ സ്ഥലമാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റ് ഹൗസിലെയോ ഏത് വീട്ടിലെയോ എവിടത്തെ ആയിക്കോട്ടെ ഒരു സ്വകാര്യ മുറി എന്ന് പറഞ്ഞ പൊതുസ്ഥലമാണോ? ചോദ്യം പൊതുസ്ഥലത്ത് ഉൾപ്പെടാത്തത് എന്നുള്ളതല്ല. അപ്പൊ ഈ വട്ടമൊക്കെ ഇട്ട് വെച്ച് നമ്മൾ ടെൻഷൻ ഇല്ലാതെ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഉത്തരം ബിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എന്നാലും സി ഡി ഒന്ന് വായിച്ച് നോക്കിക്കോ. ചരക്ക് വാഹനങ്ങൾ, അത് റോഡിൽ കൂടെ അല്ലേ ഓടുന്നത്. റെസ്റ്റോറന്റിലെ ഡൈനിങ് റൂം, സി അതൊക്കെ പൊതുവെ എല്ലാവരും വന്നിരിക്കുന്ന സ്ഥലങ്ങളല്ലേ. അപ്പൊ ഇതിൽ ഉത്തരം പൊതുസ്ഥലത്തിൽ പെടാതെ ബി അല്ലേ വരുള്ളൂ. അപ്പൊ നമ്മള് ആക്ട് കോർത്തെടുത്ത് കഷ്ടപ്പെട്ട് ഫാക്ടുകൾ ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്, ആഴത്തിൽ പഠിക്കണം. ഫാക്ടുകൾ ഒന്നും വിടാതെ എല്ലാം പഠിക്കണം. അതിനോടൊപ്പം കറക്കി കുത്താനും പഠിക്കണം. ഈ രീതിയിൽ സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ധാരാളം സമയം ലാഭിക്കാൻ ഈ രീതിയിലുള്ള കുറെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇത് കഴിഞ്ഞ സിവിൽ എക്സൈസ് പരീക്ഷയിൽ വന്ന ചോദ്യങ്ങളാണ്. ഇനി ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളും കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ വന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഈ ചോദ്യം കാണുമ്പോൾ ചിലപ്പോൾ പല ഉദ്യോഗാർത്ഥികളും ടെൻഷൻ അടിക്കും, എന്തൊരു വലിയ ചോദ്യം, ഇതൊക്കെ എപ്പം വായിച്ച് തീർക്കാനാണെന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ചിന്ത. പക്ഷെ നമ്മൾ നേരത്തെ പറയുന്ന പോലെ ആ ഒരു കോൺഫിഡന്റ് മൈൻഡ് അല്ലെങ്കിൽ ടെൻഷൻ ഇല്ലാത്ത ഒരു മാനസികാവസ്ഥ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. കോപ്റ്റ നിയമം 2003 പ്രകാരം താഴെ പറയുന്നത് തെറ്റായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം. അല്ല, തെറ്റായ പ്രസ്താവനകൾ ഏത്? 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല. പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടുള്ളതല്ല. പിന്നെ ഇത് എവിടെ കൊണ്ട് വെക്കും? സി പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലത്ത് പുക വലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അവിടെ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ലേ? അപ്പൊ നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ആളായിക്കോട്ടെ വലിക്കാത്ത ആളായിക്കോട്ടെ, ഏത് വെട്ടിക്കടയിൽ പോയാലും ചിലപ്പോൾ അവിടെ സിഗരറ്റ് കിട്ടും. അപ്പോ ഒരുപക്ഷെ അവിടെ നിന്ന് വലിക്കാൻ പാടില്ല, പക്ഷെ വിൽക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടില്ല എന്ന് ഒരു നിയമം ഉണ്ടെങ്കിൽ പിന്നെ ഇത് എവിടെ കൊണ്ടിട്ട് വിൽക്കും? രഹസ്യമായി വീട്ടിൽ വെച്ച് വിൽക്കുമോ? ഇതൊരു കമ്പോളത്തിലല്ല, നമ്മൾ ഇത് എവിടെ വിൽക്കണം? നിങ്ങൾ ആലോചിച്ച് നോക്കാം.
അപ്പോൾ കോമൺ സെൻസ് വെച്ച് തന്നെ ആലോചിക്കുക. ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇത് കാണുമ്പോൾ തിരിഞ്ഞു പോകും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ ഒക്കെ പ്രാർത്ഥന അനുഗ്രഹം നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ എന്ത് കൊണ്ടുവരണം, ആ ഒരു ഫാക്ടർ. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ മണ്ടത്തനമാണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാരയ്ക്ക് അകത്തേക്ക് വരുന്ന പ്രദേശങ്ങളിലെ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ 100 ആണോ 200 ആണോ അത് മറന്നുപോയിരിക്കട്ടെ. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നേ. പുകവലി നിരോധിത മേഖല എന്ന് വിജ്ഞാപനം ചെയ്ത സ്ഥലങ്ങളിലെ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടുള്ളതല്ല. എഗെയിൻ, പുകവലി നിരോധിത മേഖലയാണെങ്കിൽ പുകവലിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. ഉദാഹരണം ബെവ്കോ അല്ലെ, ബിവറേജസിന്റെ ഔട്ട്ലെറ്റ് ഇരിക്കുക, നിങ്ങൾ സങ്കല്പിക്കുക. അത് മദ്യപാനം നടത്താൻ പാടില്ലാത്ത മേഖലയാണ്, പക്ഷെ അവിടെ അല്ലേ മദ്യം വിൽക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലായോ? സോ ഒരു സംഭവം പുക വലിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പുകവലി നിരോധിത മേഖലയാണെന്ന് പറഞ്ഞാൽ അവിടെ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കൂടാ എന്ന് നിയമമുണ്ടോ? ബസ് സ്റ്റാൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പബ്ലിക് സ്പേസസ്, ഇതൊക്കെ പുകയില നിരോധിത മേഖലകൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാതിരിക്കും. അപ്പൊ ഇത് എവിടെ കൊണ്ടിട്ട് വിൽക്കും ആൾക്കാര്? അപ്പൊ നിങ്ങൾ ലോജിക്കലി അല്ലെങ്കിൽ നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 2ഉം 4ഉം ആണ് തെറ്റ്, ഡി. നമുക്ക് ഈ ക്ലാരിറ്റിയിൽ ചിന്തിക്കണമെങ്കിൽ ഇത് വട്ടമിട്ട് വെക്കണം. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ തല ആ രീതിയിൽ ബയാസ്ഡ് ആവണം. ഇതിൽ ഏതൊക്കെയോ പ്രസ്താവനകൾ തെറ്റാണ്. ബിക്കോസ് നമ്മൾ ഓപ്ഷൻ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ക്ലൂ നമുക്ക് കിട്ടി. 2 സ്റ്റേറ്റ്മെന്റ്സ് എന്തായാലും തെറ്റായി വരത്തില്ല, എല്ലാത്തിലും രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ തല ആ രീതിയിൽ ബയാസ്ഡ് ആക്കിയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക, നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇതുപോലെ വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ് മറ്റൊന്ന്, 33ാമത്തെ ചോദ്യം. ഇത് നോക്കിയേ, നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എന്നിരിക്കണം, നിങ്ങൾക്ക് ബയോളജി അറിയത്തില്ല, ഫിസിക്സ് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. നമുക്ക് ജസ്റ്റ് നോക്കുക, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏറ്റവും ശരിയായത്, വട്ടം ഇട്ടു വെച്ച് ശരിയായത് ഏത്? മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്ന എവിടെ? മനുഷ്യ ശരീരത്തിലെ ഒരു അവയവം, അതിന് ഒരു സ്ഥലത്തല്ലേ സ്ഥിതി ചെയ്യാൻ പറ്റൂ. അപ്പൊ ഈ ഓപ്ഷൻസ് നോക്കിയേ, ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് വരുന്ന ഓപ്ഷൻ ശരിയാവാൻ സാധ്യതയുണ്ടോ? ഇപ്പൊ ഹൃദയം ഇരിക്കുന്ന എവിടെ? തലയിലും കാലിലും. അങ്ങനെ ഒരു ഓപ്ഷൻ ശരിയാവൂ? ഇതിൽ ഒരു അവയവത്തിന് ഒരു സ്ഥലത്ത് മാത്രമല്ല ഇരിക്കാൻ പറ്റുള്ളൂ. എന്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇത് നോക്കിയേ, പേസ് മേക്കർ ഇടത് ഏട്രിയത്തിന്റെ മുകളിൽ, ഓപ്ഷൻ എ പറയുന്നത് 1ഉം 4ഉം ശരിയാണ്. ഇടത് ഏട്രിയത്തിന് മുകളിലും ഇതുണ്ട്, വലത് ഏട്രിയത്തിന് ഇടത് മുകൾ കോണിലും പേസ് മേക്കർ ഉണ്ടെന്ന് പറയുന്നത്. ഇത് എങ്ങനെ വർക്കൗട്ട് ആവും? ഇത് എങ്ങനെ ശരിയാവുമെന്ന് പറയണേ? കിഡ്നി അല്ലെങ്കിൽ 2 ഓർഗൻസ് ഉള്ളതാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പേസ് മേക്കർക്ക് എങ്ങനെ ഇതിന്റെ കുമ്പിടിയാണ്, ഇവിടെയുണ്ട് അവിടെയുണ്ട്. അപ്പൊ നിങ്ങൾ കോമൺ സെൻസ് ആലോചിക്കുമ്പോൾ ഇത് വായിച്ച് നോക്കാതെ തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഒന്നുകിൽ സി അല്ലെങ്കിൽ ബി മാത്രമേ ഉത്തരവുള്ളൂ. ഇപ്പൊ 50-50യിലേക്ക് നമ്മൾ എത്തി. 50-50യിലേക്ക് നമ്മൾ എത്തി. അപ്പൊ ഇനി നമുക്കൊരു എന്താ പറയാ, നിങ്ങൾ ഒരു കാൽക്കുലേറ്റഡ് ഗസ്സും എവിടെയെങ്കിലുമൊക്കെ പഠിച്ച ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം 23ൽ ഉത്തരം 33ൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. സി ആണ് ഒരു ഉത്തരം, സി. പക്ഷെ മാജിക് മനസ്സിലായോ? ഇതൊക്കെ നമുക്ക് ചിന്തിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ഇവിടെ ഫാക്ടറൈസ് ചെയ്തത്. പഴയ പാറ്റേണിൽ പഠിച്ചു വന്നൊരു വ്യക്തി ആകാം, പക്ഷെ നമുക്ക് മാറാൻ സമയമുണ്ട്. കാര്യം പുതിയ പാറ്റേൺ നമ്മൾ ഇത്തരത്തിലുള്ള വിശകലനാത്മക അനലിറ്റിക്കൽ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മുൻനിരയിലേക്ക് എത്താൻ സാധിക്കുക. അത് എത്താൻ പറ്റുന്നേ ഉള്ളൂ. ഇതൊക്കെ എളുപ്പപ്പണിയാണ്. ഏറ്റവും കഷ്ടപ്പാടാണ് പഠിക്കുന്നത്, അതെല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ സ്മാർട്ട് വർക്ക് ചെയ്യുന്നതിനകത്താണ് ആൾക്കാർക്ക് മടി. എളുപ്പപ്പണി ചെയ്യാനാണ് പലപ്പോഴും ആൾക്കാർക്ക് മടി. പക്ഷെ ശാസ്ത്രീയമായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ? യെസ്, ഞങ്ങളുടെ ബാച്ചസിൽ ഇതിന്റെ ഒരു ഇന്റൻസീവ് ട്രെയിനിങ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കുന്നത് മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള പൊടിക്കൈകൾ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി അഭ്യസിക്കണം. ഈ ഒരു ചോദ്യം നോക്കാം. അതിനൊരു ഒരു ഉദാഹരണമാണ് ഈ ചോദ്യം. കാണുമ്പോൾ ഏകദേശം ഒരു ഹാഫ് പേജ് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ, പക്ഷെ ഏറ്റവും എളുപ്പം ചോദ്യം ഇതാണ്. ഇവിടെയാണ് ഞാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായ ധാരണ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകരുത്. എല്ലാവരുടെയും ടെൻഡൻസി അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാനാണ്. അപ്പൊ നമ്മൾ പിന്നീട് ഓപ്ഷൻസിലേക്ക് വേണം പോകാൻ. അതൊരു ഉദാഹരണമാണ് ഈ ഒരു ചോദ്യം. ഈ ഒരു തന്ത്രം നിങ്ങൾ നാളത്തെ പരീക്ഷണം യൂസ് ചെയ്ത് നോക്കുക. എത്ര സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റുമെന്ന് അറിയോ? എക്സാം ഹോളിൽ നിങ്ങൾ സേവ് ചെയ്യുന്ന ഓരോ സെക്കൻഡും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ 1 വർഷമോ 2 വർഷമോ ഒക്കെ ആയിരിക്കും ലാഭിച്ചു തരിക. കാര്യം ഏത് ജോലിയിൽ കയറാലോ. ഇപ്പൊ ചേരുമ്പടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏവ അല്ലെ? നിർദ്ദേശക തത്വങ്ങൾ 1 എന്ന് പറയുന്നത് DPSP നമ്മൾ അയർലൻഡിൽ നിന്നാണ്, നിങ്ങൾക്ക് അറിയാവുന്നിരിക്കട്ടെ. അപ്പൊ 1B ആയേ പറ്റൂ. അപ്പൊ 1B എന്ന് പറയുന്ന ഓപ്ഷൻസ് എയും ഡിയും മാത്രമേ ഉള്ളൂ. കണ്ടോ? അപ്പൊ നിങ്ങൾ സിയും ബിയും എലിമിനേറ്റ് കളഞ്ഞു. അപ്പൊ ഇവിടെ BC, ഇവിടെയുണ്ട് BC ഉണ്ട്. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങൾ വായിച്ച് നോക്കണ്ട, കിട്ടി. അപ്പൊ ഇനി അടുത്തത് 3D ആണോ അതോ 3A ആണെന്ന് മാത്രം നോക്കിയാൽ മതി. ഇതാണ് ഞാൻ പറയുന്ന ഓപ്ഷൻസ് നോക്കിയിട്ട് ഉടനെ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് പിന്നെ ഓപ്ഷനിലേക്ക് പോകണം.
അല്ലാതെ സ്റ്റേറ്റ്മെന്റ് മൊത്തം വായിച്ചിട്ട് പിന്നെ ഓപ്ഷൻസ് മൊത്തം വായിക്കുന്നതല്ല ശരിയായ രീതി. നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വായിച്ച് വെട്ടി കളഞ്ഞ് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ ഈ ചോദ്യം ഒരു 10 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ മതി. ഈ ഒരു സ്കിൽ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അങ്ങനെ സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ഉത്തരം എയിലേക്ക് എത്താം, അല്ല എയിലേക്ക് എത്താൻ പറ്റും. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം കൂടെ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. ഇതും അത്തരത്തിലുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ചോദ്യമാണ്. സ്കീംസ് എല്ലാം പഠിച്ചുകൊണ്ടുപോയി കൺഫ്യൂസ്ഡ് ആണെന്നിരിക്കട്ടെ, എക്സാം ഹോളിൽ ഒക്കെ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും, പക്ഷെ എക്സാം ഹോളിൽ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടും. അതാണ് ഞാൻ പറയുന്നത്. എക്സാം ഹോളിൽ ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് നോക്കേണ്ടത്? ഒന്ന് സ്കാൻ ചെയ്തേ. വിദ്യ അപ്പൊ രണ്ടെണ്ണം എഡ്യൂക്കേഷൻ റിലേറ്റഡ് സ്കീമാണെന്ന് മനസ്സിലായി. ഇവിടെയും ഈ വിദ്യാഭ്യാസം റിലേറ്റഡ് സ്കീംസ് രണ്ടെണ്ണേ ഉള്ളൂ അല്ലെ? പഠന സഹായം. അപ്പൊ 2ഉം 4ഉം എന്ന് പറയുന്നത് ബിഒ ഡിഒ ഒക്കെ ആയിരിക്കണം. 2ഉം 4ഉം ഇതിനകത്ത് തന്നെ ലോക്ക്ഡ് ആണ്. അപ്പൊ പിന്നെ അത് വേറെ എങ്ങോട്ടും പോകത്തില്ല. പിന്നെ അടുത്ത ഈ വാക്കുണ്ട് താലോലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ എന്തായാലും താലോലം നമ്മൾ താലോലിക്കുന്ന ആരെയാ? കൊച്ചു കുഞ്ഞുങ്ങളെയാണ് താലോലിക്കുന്നത്. അപ്പൊ 3 വരാൻ സാധ്യതയുള്ള ഓപ്ഷൻ ഏതാ? എന്തായാലും ബിയും ഡിയും വരത്തില്ല, കാര്യം നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു മേളിൽ, വേറെ ഒന്നും അതിന് ആൻസർ ആവാൻ ഒക്കത്തില്ല. പിന്നീട് 3 വരാൻ സാധ്യത ഇതിനകത്താണ്. 3 വരാൻ സാധ്യത പിന്നെ എയ്ക്കകത്ത് മാത്രമല്ലേ ഉള്ളൂ. കുട്ടികളെ പറ്റി പറയുന്ന ഒരേ ഒരു ഓപ്ഷൻ, ബാക്കിയുള്ള ഓപ്ഷൻ എ അല്ലേ ഉള്ളൂ. അപ്പൊ 3A ആണെങ്കിൽ ഒരു ഉത്തരം സി ആയല്ലേ പറ്റത്തുള്ളൂ. ഒറ്റ ഉത്തരവേ ഉള്ളൂ ഇതിന്. ഇവിടെ നിങ്ങൾ 4 വായിച്ചു പോലും നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഇതിന്റെ ഒരു മാജിക് മനസ്സിലായെന്ന് എനിക്കറിയാം. നാളത്തെ പരീക്ഷയിൽ ഈ രീതി സ്മാർട്ട് ആയിട്ട് അപ്രോച്ച് ചെയ്യാം. എത്ര ഡിഫിക്കൽട്ട് ചോദ്യം വന്നു കഴിഞ്ഞാലും അറിയാം, 100 ചോദ്യങ്ങളൊന്നും ശരിയാക്കാൻ നമ്മളെ കൊണ്ട് ഒക്കത്തില്ല. അത് ഹ്യൂമൻലി ഇമ്പോസിബിൾ ആണ്. ഫസ്റ്റ് റാങ്ക് അടിക്കുന്ന വ്യക്തിയാണെങ്കിലും 100 മാർക്കൊന്നും ആർക്കും വീഴത്തില്ല. പക്ഷേ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് മാർക്കിലേക്ക് എത്താനുള്ള ശ്രമം നമ്മൾ നടത്തി കഴിഞ്ഞാൽ ജോലിയിലേക്ക് ഉള്ള ദൂരം നമ്മൾ അത്രയും കുറയും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഈ ഒരു ആത്മവിശ്വാസത്തോടു കൂടി നാളത്തെ പരീക്ഷ നന്നായി പോയി എഴുതുക. നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം, എഴുതും അല്ലെങ്കിൽ വിജയിച്ചിരിക്കും എന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ അഫേം ചെയ്യുക. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത സ്ട്രെസ് മാനേജ്മെന്റ് ബ്രീത്തിങ് ടെക്നിക്കിന്റെ വീഡിയോ 60 സെക്കൻഡ് എന്തേ ഉള്ളൂ, ആ വീഡിയോ കൃത്യമായും കണ്ടിട്ട് തന്നെ നാളത്തെ പരീക്ഷയ്ക്ക് പോവുക. ഇപ്പൊ ടെൻഷൻ അടിച്ചിരിക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ, നിങ്ങൾ കെയർ ചെയ്യുന്ന സ്നേഹിക്കുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ ആ വ്യക്തിക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്.